ഹലോ അസ്സലാമു അലൈക്കും. എടാ 7ാം ക്ലാസ് അറബി പരീക്ഷയിൽ നിർബന്ധമായി ഓണം പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ പ്രോഗ്രാം നോട്ടീസ് എഴുതാൻ. പ്രോഗ്രാം നോട്ടീസിന് അറബിയിൽ എന്താ പറയുക? പ്രോഗ്രാം നോട്ടീസിന് അറബിയിൽ ബർനാമിജ് എന്നാണ് പറയുക. എന്താ പറയുക? അൽ ബർനാമിജ് എന്നാണ് പറയുക. അപ്പോൾ ബർനാമിജ് എഴുതാൻ വേണ്ടി ഒരു ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുക്കും. എന്നിട്ട് ഒരു റിപ്പോർട്ട്, ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നോക്കിയിട്ട് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പ്രോഗ്രാം നോട്ടീസ്? ഒരു പ്രോഗ്രാം, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി ഫംഗ്ഷൻ നടക്കണം. ആ ഫംഗ്ഷനിൽ ആരാണ് വെൽക്കം സ്പീച്ച്, സ്വാഗതം പറയേണ്ടത്, അത് നിയന്ത്രിക്കേണ്ട ആളാരാണ്, അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആളാരാണ്, ആശംസ ആരൊക്കെയാണ് പറയുക, ഇവരെ പേരൊക്കെ എഴുതി വെക്കുന്നതിനാണ് എന്ത് പറയുക, എഴുതി വെക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ഒരു നോട്ടീസ് ഉണ്ടാക്കും. അതിനാണ് എന്ത് പറയുക? പ്രോഗ്രാം നോട്ടീസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ എഴുതുന്ന പോയിന്റുകൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. ഒന്നെന്താണ് തർഹീബ്. തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം, വെൽക്കം സ്പീച്ചിനാണ് എന്ത് പറയുക? തർഹീബ് എന്ന് പറയാം. റിയാസത്തോ അധ്യക്ഷനാണ്, പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാണ് എന്ത് പറയുക? അധ്യക്ഷൻ എന്ന് പറയാം. ഇഫ്തിതാഹ് എന്താണ്? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനമാണ്, ഉദ്ഘാടനം അല്ലേ, ഉദ്ഘാടനത്തിന് എന്ത് പറയുക? ഇഫ്തിതാഹ് എന്ന് പറയാം. തഹാനി എന്താണ്? തഹാനി ആശംസ, ആശംസ അർപ്പിക്കുന്നു എന്നാണ് എന്ത് പറയുക? തഹാനിക്ക് പറയാം. ഇനി ഒന്നും കൂടി നമുക്കുണ്ട് അശുക്ർ. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി അല്ലേ, നന്ദിക്കാണ് എന്ത് പറയുക? ശുക്ർ, നന്ദി പറയുക. ഇത് ഓരോന്നും പറയേണ്ട ആൾ ആരാണെന്നാണ് നമ്മൾ ഇതിൽ വായിച്ചെഴുതേണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. തർഹീബ് എന്നുള്ളത് ഇതിലെവിടെ ഉണ്ടാവുന്നല്ലോ, ഇതിൽ റഹബ എന്ന് പറയുന്ന സെൻറ്റൻസിൽ എന്തുണ്ടാവും? റഹബ എന്നോ അല്ലെങ്കിൽ തർഹീബ് എന്നോ, ഇത് രണ്ടാലും പറഞ്ഞൊരു സെൻറ്റൻസ് ഇതിലുണ്ടാവും. ആ സെൻറ്റൻസിൽ ആളെ പേരുണ്ടാവും. നോക്കാം നമുക്ക്. റഹബ കണ്ടില്ല നിങ്ങൾ? അപ്പോൾ നാദിർ മദ്രസയാണ് എന്ത്? ഈ നാദിർ മദ്രസ എന്ന് പറഞ്ഞാൽ എച്ച് എം ആണ് എന്ത് ചെയ്യുന്നത്? ആ എച്ച് എമ്മിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്, നാദിർ മദ്രസ എന്ന് എഴുതേണ്ടത്. ഇനിയോ റിയാസത്ത്. റിയാസത്ത് എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങൾ റിയാസത്തിൻ്റെ ഇത് റഅസ, ഒന്നുകിൽ റിയാസത്ത് എന്നുണ്ടാവും അല്ലെങ്കിൽ റഅസ എന്നുണ്ടാവും. ഈ രണ്ടാളൊരു വാക്ക് വരുന്നിടത്ത് അതുണ്ടാവും. അങ്ങനെ നോക്കാം നമുക്ക്. ഇങ്ങനെ പോയി നോക്കിയതാ റഅസ ഉണ്ടാവും, റഅസ ഉണ്ടാവും, റഅസ റഅസ കേട്ടല്ലോ. അപ്പം ഇതിൽ വരുന്ന റഈസുൽ ഖറിയ, റഈസുൽ ഖറിയ എന്നാണ് അദ്ദേഹമാണെന്ത് ഇവിടെ എഴുതേണ്ടത്, അധ്യക്ഷത വഹിക്കുന്ന ആൾ. ഇനി ഇഫ്തിതാഹ്. ഇഫ്തിതാഹ് നമ്മൾ ഏത് വാക്കാണ് നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ടത് ഇഫ്തതഹ എന്നുള്ള വാക്കാണ്. ഇഫ്തതഹ എന്നുള്ള വാക്ക് നോക്കുക. ആ വാക്കുള്ളതിൽ എന്തുണ്ടാവും? ഇങ്ങനെ പോകുമ്പോൾ കാണും ഇങ്ങനെ ഇഫ്തതഹ കണ്ടില്ലേ? ഇഫ്തതഹ അതിൽ അഫ്ല ആരാണ്? മുദീറുൽ മുക്കാത്ത, മുദീറുൽ മുക്കാത്ത ആണ് എന്ത് ഇതിൽ വരാം? ഇഫ്തതഹ. അപ്പോൾ ആ പേരെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. ഇനിയോ തഹാനി. തഹാനി എന്ന് പറഞ്ഞാൽ ഈ തഹാനി എന്നുള്ള വാക്ക് തന്നെ ഇതിലൊരു സെൻറ്റൻസിൽ ഉണ്ടാവും. അത് നോക്കിയാൽ മതി കേട്ടോ. അൽക്ക ഖുദുമ തഹാനി. ഈ സെൻറ്റൻസിൽ വരുന്ന പേര് ഉളുബുൽ ഖറിയ. ഇതാണ് ഇവിടെ വരേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. കണ്ടല്ലോ. ഇനി ശുക്ർ ഉണ്ടാവും. ശുക്ർ എന്ന് അതേ ശുക്ർ എന്നുള്ള വാക്കിന് ഏറ്റവും ലാസ്റ്റിലുണ്ടാവും കേട്ടോ, ശുക്ർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ വരുന്ന ആരാണ്? അരീഫുൽ മദ്രസത്തുണ്ട്. അരീഫുൽ മദ്രസൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ എഴുതേണ്ടത്. ഇങ്ങനെ ഇത് ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് വായിച്ചു നോക്കി കണ്ടെത്തിയിട്ട് അവിടെയുള്ള ആളെ പേര് നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. നല്ലപോലെ മനസ്സിലാക്കുക. ഈ മാർക്ക് സ്കോർ ചെയ്യുക. 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.